ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ബ്രിട്ടീഷ് വ്യക്തി ആര്? എ.ഒ. ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ബ്രിട്ടീഷ് വ്യക്തി ആര്? എ.ഒ. ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആര്? ഡബ്ല്യു.സി. ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആര്? ഡബ്ല്യു.സി. ബാനർജി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ ആര്? ലോർഡ് മൗണ്ട് ബാറ്റൺ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ ആര്? ലോർഡ് മൗണ്ട് ബാറ്റൺ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഇന്ത്യൻ ഗവർണർ ജനറൽ ആര്? സി രാജഗോപാലാചാരി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഇന്ത്യൻ ഗവർണർ ജനറൽ ആര്? സി രാജഗോപാലാചാരി. പഞ്ചാബിന്റെ സിംഹം എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ലാല ലജ്പത് റായ്. പഞ്ചാബിന്റെ സിംഹം എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ലാല ലജ്പത് റായ്. ഇൻകിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യവുമായി പ്രശസ്തനായ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഭഗത് സിംഗ്. ഇൻകിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യവുമായി പ്രശസ്തനായ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഭഗത് സിംഗ്. ഇന്ത്യൻ ദേശീയ പതാക ഔദ്യോഗികമായി അംഗീകരിച്ചത് എപ്പോൾ? 1947 ജൂലൈ 22. ഇന്ത്യൻ ദേശീയ പതാക ഔദ്യോഗികമായി അംഗീകരിച്ചത് എപ്പോൾ? 1947 ജൂലൈ 22. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ആര്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ആര്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1920. നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1920. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഇന്ത്യയുടെ ഗ്രാൻഡ് ഓൾഡ് മാൻ എന്നറിയപ്പെടുന്നത് ആര്? ദാദാഭായ് നവറോജി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഇന്ത്യയുടെ ഗ്രാൻഡ് ഓൾഡ് മാൻ എന്നറിയപ്പെടുന്നത് ആര്? ദാദാഭായ് നവറോജി. സ്വദേശി പ്രസ്ഥാനം ശക്തിപ്പെട്ടത് ഏത് സംഭവത്തെ തുടർന്നാണ്? ബംഗാൾ വിഭജനം. സ്വദേശി പ്രസ്ഥാനം ശക്തിപ്പെട്ടത് ഏത് സംഭവത്തെ തുടർന്നാണ്? ബംഗാൾ വിഭജനം. ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാവ് ആര്? ആനി ബസന്റ്. ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാവ് ആര്? ആനി ബസന്റ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്ന നഗരം ഏത്? അഹമ്മദാബാദ്. സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്ന നഗരം ഏത്? അഹമ്മദാബാദ്. വല്ലഭായ് പട്ടേലിന് സർദാർ എന്നു പേര് ലഭിക്കാൻ കാരണമായ സമരം ഏത്? ബർദോളി സത്യാഗ്രഹം. വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പേര് ലഭിക്കാൻ കാരണമായ സമരം ഏത്? ബർദോളി സത്യാഗ്രഹം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വേവൽ പദ്ധതി അവതരിപ്പിച്ചത് ആര്? ലോർഡ് വേവൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വേവൽ പദ്ധതി അവതരിപ്പിച്ചത് ആര്? ലോർഡ് വേവൽ. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വഴിയൊരുക്കിയ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് ഏതു വർഷം? 1946. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വഴിയൊരുക്കിയ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് ഏതു വർഷം? 1946. സ്വാതന്ത്ര്യത്തിന്റെ അർദ്ധരാത്രിയിൽ ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗത്തിന്റെ പ്രസിദ്ധമായ പേരെന്ത്?
ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. സ്വാതന്ത്ര്യത്തിൻ്റെ അർദ്ധരാത്രിയിൽ ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗത്തിൻ്റെ പ്രസിദ്ധമായ പേരെന്ത്? ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി.